ബഹുമാനപ്പെട്ട ശശികല ടീച്ചർ ഉണ്ടല്ലോ, ടീച്ചർ അടുത്ത കാലത്ത് പറയുന്ന ഒരു പ്രയോഗം, അത് ടീച്ചർ മാത്രം പറയുന്നതല്ല. ടീച്ചർ പറയുന്നത് ഈ രാജ്യത്തിലേക്ക് മിഷണറിമാർ വന്നു, അവർ ബൈബിൾ കൊണ്ടുവന്നു. പല രാജ്യങ്ങളിലും ബൈബിൾ കൊണ്ടുപോയ ഇത്തരം ആളുകൾ അവിടെ ബൈബിൾ വിതരണം ചെയ്തു. അന്ന് അവരുടെ പക്കൽ ബൈബിൾ ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങളുടെ പക്കൽ അവർ ബൈബിൾ തന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബൈബിൾ കൈപ്പറ്റി, പകരം ഞങ്ങളുടെ ഭൂമിയെല്ലാം അവരടിച്ചു മാറ്റി, അവരങ്ങ് കൊണ്ടുപോയി. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഏത് ഭൂമിയാണ് ഈ സായിപ്പ് കൈവശം വെച്ചിരിക്കുന്നത്? ഭൂമി അടിച്ചു മാറ്റിയത് ആരാണ്? ആരുടെ പക്കലാണ് ഈ ഭൂമി? അത് ഞാൻ പറഞ്ഞു തുടങ്ങാം. നമ്മുടെ നാട്ടിൽ, എന്റെ വീട്ടിലുമൊക്കെ ബാല്യത്തിൽ ഞാൻ ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരാളാണ്. ഞങ്ങളുടെ വീട്ടിൽ വൈകുന്നേരം പ്രാർത്ഥനയുണ്ടായിരുന്നു. നിലവിളക്കിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് ഞാനും സഹോദരിമാരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിരന്തരമായി പാടുന്ന ഒരു പാട്ടുണ്ട്. ഭംഗിയോടെ ഭൂമി തന്റെ ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമരാമ പാഹിമാം. ആർക്കാണ് ഈ ഭാർഗവരാമൻ ഭൂമി കൊടുത്തത്? അട്ടപ്പാടിയിലെ ആദിവാസികൾക്കല്ല, ഹൈറേഞ്ചിൽ സ്ഥലമില്ലാതെ ഉടലുന്നവർക്കല്ല. ഭാർഗവരാമൻ ഭൂമി കൊടുത്തത് ഈ രാജ്യത്തിലെ ബ്രാഹ്മൺസിനാണ്. നോക്കണം, ഈ രാജ്യത്തിലേക്ക് കടന്നു വന്ന ബ്രാഹ്മൺസിന് ഈ രാജ്യത്തിലെ ഭൂമി കൊടുക്കാൻ വേണ്ടി അവതരിച്ച ഒരു ദേവസങ്കല്പത്തെ മറ്റുള്ളവർ കൂടി പാടണമെന്നും, വേണ്ടി വന്നാൽ ആ ദേവന്റെ പേര് നമ്മളെല്ലാം പെരുവഴിയിലൂടെ ഉച്ചത്തിൽ ജയ് ശ്രീറാം എന്ന് വിളിക്കണമെന്നുമൊക്കെയുള്ള നിർബന്ധത്തിന്റെ പേരാണ് ഫാസിസം. ആ ഫാസിസത്തെ ആധുനികനായ ഒരു മനുഷ്യന്, പരിഷ്കൃത ആശയരായ ഒരു മനുഷ്യന്, അവൻ ക്രിസ്ത്യാനിയാകട്ടെ ഹിന്ദുവാകട്ടെ മുസൽമാനാകട്ടെ, ഉൾക്കൊള്ളുവാൻ പറ്റാത്തതിന്റെ കാരണം ഈ ഇരിക്കുന്ന ഭരണഘടനയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സംഘപരിവാര സുഹൃത്തുക്കളൊന്നും ഈ ഭരണഘടന കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അവരിന്നും ഈ മനുസ്മൃതിയുടെ കാലത്താണ് ജീവിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഈ മനുസ്മൃതിക്കൊരു സ്വഭാവമുണ്ട്. നിങ്ങൾ ഇതിന്റെ 10-ാം അധ്യായവും 5-ാം അധ്യായവും ഒക്കെ വായിക്കണം. അഭിമാനപുരസരം പറയട്ടെ, ഞാൻ ബൈബിൾ എങ്ങനെ പഠിച്ചുവോ അതുപോലെ റെഫറൻസ് ഈ പുസ്തകത്തിൽ ഉദ്ധരിക്കാനും പഠിച്ചിട്ടുണ്ട്. എന്താണ് കാരണം? 2-3 കൃതികൾ ഞാനൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം. ഋഗ്വേദം എന്നൊരു ഒരു വേദമുണ്ട്. ഈ വേദം മഹത്തരമായിട്ടാണ് ആളുകൾ കരുതുന്നത്. അങ്ങനെ ആർക്കും കരുതാനുള്ള അവരുടെ അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ എന്താണ് അതിന്റെ പുരുഷ സൂക്തം? 10-ാം അധ്യായത്തിലെ പുരുഷ സൂക്തം എന്നറിയപ്പെടുന്ന ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകത്തിൽ കൃത്യമായി പറയുന്നുണ്ട് മനുഷ്യന്റെ സൃഷ്ടിയെ പറ്റി. 4 തരം സൃഷ്ടികൾ വിരാട് പുരുഷൻ നിർവഹിക്കുന്നു. 1000 തലകളും 1000 കൈകളുമുള്ള വിരാട് പുരുഷനെ മയൻ സൃഷ്ടിക്കുന്നു, വിഷ്ണു സൃഷ്ടിക്കുന്നു. എന്നിട്ട് ഇതാ ഈ വിരാട് പുരുഷനിൽ നിന്ന് 4 വിധ മനുഷ്യർ സൃഷ്ടിക്കപ്പെടുന്നു. എന്താണതൊക്കെ? 1 ശിരസിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന ബ്രാഹ്മണാണ്. 2 തന്റെ നെഞ്ചിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന ക്ഷത്രിയനാണ്. 3 അരയിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന വൈശ്യനാണ്. 4 പാദത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന ശൂദ്രനാണ്. ഇവിടെ വലിയൊരു പ്രശ്നം കിടക്കുന്നു. ആരാണ് ഈ ബ്രാഹ്മണൻ? നമുക്കറിയാം, ബുദ്ധിയെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കുശാഗ്രബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, പണിയെടുക്കാതെ കഷ്ടപ്പെടാതെ മന്ത്രതന്ത്ര ആചരണങ്ങളിലൂടെ രാജാക്കന്മാരെ ഭയപ്പെടുത്തി, ഞങ്ങൾ ശപിക്കുമെന്ന് ഭീഷണപ്പെടുത്തിക്കൊണ്ട് ഊട്ടുപുരകളിൽ മുറജപങ്ങളുടെ സങ്കല്പങ്ങൾക്കുള്ളിൽ സ്വയം തടിച്ചു കൊഴുത്ത ഒരു പ്രമാണി വർഗമായിരുന്നു അവര്. അങ്ങനെയെങ്കിൽ 2-ാമത്തെ കക്ഷികൾ ആരാണ്? യുദ്ധക്കൊതിയന്മാരായി ആയുധം രാഗിമിനുക്കി തൊട്ടടുത്തടുത്ത സ്ഥലങ്ങളെ വെട്ടിപ്പിടിക്കുന്ന ആയോധനകല വിദഗ്ധന്മാരായിരുന്നു അവരെങ്കിൽ 3-ാം സ്ഥാനത്ത് ആരാണ്? അവർ അന്നത്തെ കോർപ്പറേറ്റുകളാണ്. സമ്പത്തിന്റെ ആധിക്യത്താൽ അത് കൂട്ടിക്കൂട്ടി അതിനോട് തങ്ങളുടെ പക്കലുള്ള സമ്പത്തിന്റെ ആധിക്യം അതിനെ പെരുക്കാൻ കാത്തിരുന്ന വൈശ്യര്. 3-ാമതൊരു കൂട്ടരുണ്ട്. ഈ 3 പേരെ ചേർത്ത് ത്രൈവർണികർ എന്നാണ് പറയുക. ത്രൈവർണികർ. ഈ ത്രൈവർണികർക്ക് സമൂഹത്തിൽ നല്ല വിലയാണ്. കാരണം ബ്രാഹ്മൺ അവർക്ക് വിലയുണ്ട്. വേദങ്ങൾ അറിയാം, മന്ത്രങ്ങൾ അറിയാം, ശ്ലോകങ്ങൾ അറിയാം, പൂജകൾ അറിയാം, കർമ്മങ്ങൾ അറിയാം. എന്നാൽ അടുത്തൊരു കൂട്ടരുണ്ട്, രാജാക്കന്മാരാണ്. അവർക്ക് അധികാരമുണ്ട്. ആ അധികാരം ബ്രാഹ്മണന്റെ ഇഷ്ടങ്ങൾക്ക് വിധേയമാണെങ്കിലും രാജ്യം ഭരിക്കുന്ന തങ്ങൾക്കുള്ള പൊളിറ്റിക്കലായ അധികാരമുണ്ട്. ആ അധികാരത്തിൽ അവർ സംതൃപ്തരാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട മണ്ണും ഇഷ്ടപ്പെട്ട പെണ്ണും ഇഷ്ടപ്പെട്ട വിധത്തിൽ നികുതി പിരിക്കാം. അവർ ഭരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയണ്ടേ? ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന രാശികത്തിന് വേണ്ടി. ലോകത്തിലെല്ലാവർക്കും സുഖം നൽകാനാ ഈ രാജാക്കന്മാര് ഭരിച്ച്. നിങ്ങളിത് കേട്ടിട്ടുണ്ട്. ഞാൻ പറയാറുണ്ട്, പാസ്റ്റർമാരും ഒക്കെ ചിലപ്പോൾ പരസ്യയോഗം നടത്തുമ്പോൾ പറയുന്നൊരു ശ്ലോകമാണ് ഈ ലോകസമസ്ത സുഖിനോ ഭവന്തു. ഇന്നു മുതൽ ആ ശ്ലോകത്തോട് വിട പറഞ്ഞുകൊള്ളണം. കാരണം ആ ശ്ലോകത്തിന്റെ പാതിയെ നിങ്ങൾ കേട്ടിട്ടുള്ളൂ, പാതി ആളുകൾ പാടാറുള്ളൂ. അത് തുടങ്ങുന്നത് എങ്ങനെയാ? സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീശ ഗോ ബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യം ലോകസമസ്ത സുഖിനോ ഭവന്തു. എന്താ ഇതിന്റെ അർത്ഥം? ബ്രാഹ്മണനും പശുവിനും സുഖമെങ്കിൽ ലോകത്തിന് മുഴുവൻ സുഖം. മൊത്തം ഞാൻ അതൊന്ന് വ്യാഖ്യാനിച്ചു വരാം. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം. അതായത് ഒരു രാജ്യത്തെ
ഭരണഘടന അനുസരിച്ച് ഭരിക്കുകയും, ഭരണഘടന എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയല്ല, ഈ മനുസ്മൃതിയാണ്. ഇതിൽ എന്തെല്ലാം ഉണ്ടെന്ന് ഞാൻ പിന്നെ പറയാം. മനുസ്മൃതി അനുസരിച്ച് ഭരിക്കുകയും പിന്നെ ആ രാജ്യത്ത് പശുവിനും ബ്രാഹ്മണനും സുഖം നൽകുകയും ചെയ്യുന്ന ഏതൊരു രാജാവും ചെയ്യുന്നത് എന്താണ്? ലോകത്തിന് മുഴുവൻ സുഖം കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട മോഡിജി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം പശുക്കൾക്ക് ആംബുലൻസ് ഉണ്ടാക്കി. നമ്മുടെ നാട്ടിൽ അതൊരു കോമഡിയായി നമുക്ക് തോന്നുമെങ്കിലും അദ്ദേഹം ആത്മാർത്ഥമായിട്ട് അത് ചെയ്യുന്നതാ. കാരണം പശുവിന് സുഖം കൊടുത്തെങ്കിലേ ഇന്ത്യക്ക് സുഖം വരൂ എന്നാണ് അദ്ദേഹം പഠിച്ചു വെച്ചിരിക്കുന്നത്, അദ്ദേഹം ഗ്രഹിച്ചു വെച്ചിരിക്കുന്നതാണ്. കാരണം പശുവിന് സുഖം കൊടുക്കാമോ, പശുവിന് സംതൃപ്തി കൊടുക്കാമോ? മനുഷ്യനെ സൈക്കിളിൽ മനുഷ്യ ശവശരീരം കെട്ടിക്കൊണ്ട് അടക്കാൻ പോകുന്ന ഒരു രാജ്യമാണെന്ന് ഓർക്കണം. മനുഷ്യന് ആവശ്യത്തിന് ജീവിത സൗകര്യങ്ങൾ ഇല്ലാത്ത ഒരു രാജ്യത്ത് പശുവിന് ആംബുലൻസ് ഉള്ള ലോകത്തിലെ ഒരു രാജ്യം നമ്മുടെയാണ്. വേണമെങ്കിൽ അഭിമാനിക്കാം. അദ്ദേഹം എന്തിനാണ് നമ്മുടെ നികുതി പണം കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യുന്നത്? അല്ലെ യോഗി ആദിത്യനാഥ് എന്തിനാ ഈ പണി ചെയ്യുന്നെന്ന് അറിയണ്ടേ? പശുവിന് സുഖം കൊടുത്തെങ്കിലേ രാജ്യത്തിന് സുഖം വരൂ. ഇതാണ് കാരണം. അപ്പോൾ ലോകസമസ്ത സുഖിനോഭവന്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മളൊക്കെ ധരിച്ചു വെച്ചിരുന്ന ലോകത്തിലെ സകല മനുഷ്യരെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആഴങ്ങൾ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ജനാധിപത്യ ബോധത്തോടെ ലോകത്തിലുള്ള മനുഷ്യരെ മുഴുവൻ കാണാനുള്ള ആഹ്വാനമാണെന്നാണ്. അല്ലല്ല, സ്വസ്ത്യ പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീശ ഗോ ബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യം ലോകസമസ്ത സുഖിനോ ഭവന്തു. പശുവിനും ബ്രാഹ്മണനും സുഖം നൽകിയാലേ ലോകത്തിന് സുഖമുള്ളൂ. ഇതാ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. അപ്പോൾ അടുത്തൊരു കാര്യത്തിലേക്ക് കൂടെ കിടക്കാം. നമ്മളെയൊക്കെ ഇങ്ങനെ സംസ്കൃതവും ശ്ലോകവും ഒക്കെ പാടി പാതി കേൾപ്പിച്ചാണ് ഇത്തരം ആളുകൾ ഇത്രയും നാള് ഈ രാജ്യത്തെയും ജനത്തെയും തെറ്റിദ്ധരിപ്പിച്ചത്. വിദ്യാസമ്പന്നരായ മലയാളികൾക്കിടയിൽ ഇത്രയും തെറ്റിദ്ധരിപ്പിക്കാമെങ്കിൽ അക്ഷരം കൂട്ടി വായിക്കാനാവാത്ത ആളുകൾ കിടക്കുന്ന വടക്കേ ഇന്ത്യയിൽ ഇത്തരം സംഘടനകൾ ആധിപത്യം ചെലുത്തിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഞാൻ അതിലേക്കൊന്ന് വരാം. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്ത് നിലനിന്നിരുന്ന വ്യവസ്ഥ അനുസരിച്ച് 4 തരം ആളുകളെ സൃഷ്ടിച്ചു. അത് ഇത്രയും ആളുകളാണ്: ബ്രാഹ്മൺ, ക്ഷത്രിയൻ, വൈശ്യൻ. ഇനി അവരെ ചേർത്ത് പറയും ത്രൈവർണികൻ. 4ാമത് വരുന്ന ആളുകളെ ശൂദ്രൻ എന്നാണ് പറയുക. ജനങ്ങൾ പലപ്പോഴും ഈ ശൂദ്രൻ ആരെ എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈ ശൂദ്രൻ ഒരിക്കലും ഞാനും നിങ്ങളും പലരും ചിന്തിച്ചു വശായിട്ടുള്ളതുപോലെ ഈ രാജ്യത്തിലെ ദലിതനോ ആദിവാസിയോ മറ്റു പിന്നോക്കനോ അല്ല. ആരാണ് പിന്നെ ഈ ശൂദ്രൻ? ശൂദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള വേദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഋഗ്വേദത്തിലെ 10ാം മണ്ഡലം പുരുഷ സൂക്തം അനുസരിച്ച് ഗ്രഹിച്ചു വന്നാൽ അത് കൃത്യമായി തന്നെ പിൽക്കാല ചരിത്രം കൂടെ ബോധിപ്പിക്കുന്നത് നമ്മൾ ഇന്ന് നായർ എന്ന് വിവക്ഷിക്കുന്ന സമൂഹത്തെയാണ് ശൂദ്രാസ് എന്ന് വിളിക്കുക. മഹാത്മാ ജ്യോതിബാഹുലെ അതിനു മുമ്പ് ഒരു സമൂഹത്തെ കാണുന്നുണ്ട്, ആദിശൂദ്ര എന്ന് പറഞ്ഞു കാണുന്നുണ്ട്. അപ്പോൾ നായർ അടക്കമുള്ള സമൂഹത്തിന് ഈ വർണ്ണങ്ങൾക്കുള്ളിൽ പെടും. 4 വർണ്ണങ്ങൾക്കുള്ളിൽ. അതിന് പുറത്തു വരുന്ന മനുഷ്യരൊക്കെ തന്നെ ആരാണ്? വർണ്ണരഹിതരാണ്, വർണ്ണബാഹ്യരാണ്. അതിനാണ് ചെന്താരശ്ശേരിയെ പോലുള്ള എഴുത്തുകാര് വർണ്ണബാഹ്യ സമൂഹങ്ങൾ എന്നാണ് പറയുക. വർണ്ണത്തിന് പുറത്തുള്ളവർ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ 10 കോടി വരുന്ന യാദവർ ഈ വർണ്ണത്തിൽ പെടത്തില്ല. അതിലുമേറെ വരുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും ദലിതർ ഇതിൽ പെടില്ല. ഈ രാജ്യത്തെ വളരെ ഏറ്റവും ശക്തരായി നമ്മുടെ നാട്ടിലുള്ള ഒരു സമൂഹമായ ഈഴവർ ഈ വർണ്ണത്തിൽ പെടത്തില്ല, വർണ്ണബാഹ്യരാണ്. അവർ ഈ പറയുന്ന ശൂദ്രര് പോലുമല്ല. അപ്പോൾ ശൂദ്രനെ സൃഷ്ടിച്ചത് എന്താണ്? ഈ ബ്രാഹ്മണന്റെ പാദസേവയ്ക്ക് വേണ്ടിയാണ്, മറ്റുള്ളവരുടെ പാദസേവയ്ക്ക് വേണ്ടി. എത്ര വിദഗ്ധമായിട്ടാണ് ആളുകൾ ഈ കഥ മെനഞ്ഞത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറയാം, മിഷണറിമാര് കഥകൾ പറയുന്നു, ആദമും ഹവ്വയും സൃഷ്ടിക്കപ്പെട്ട കഥ പറയുന്നു. പ്രിയപ്പെട്ടവരെ, അതിനെ കഥയായി നിങ്ങൾ കണ്ടുകൊള്ളൂ. ആ കഥയിലും ഒരു മാന്യതയുണ്ട്. എന്താണ് ആ കഥയിലെ മാന്യത എന്ന് ഞാൻ പറയാം. ഭൂലോകത്തുള്ള സകല മനുഷ്യർക്കും ഒരപ്പനും ഒരമ്മയും എന്ന് പറയുന്ന ആ ചിന്തയെ കഥയായി കാണണമെങ്കിൽ ഒരു മനുഷ്യന്റെ തലയിൽ നിന്നും, ഒരു മനുഷ്യന്റെ നെഞ്ചിൽ നിന്നും, ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ വിരാട് പുരുഷന്റെ അരയിൽ നിന്നും, പാദത്തിൽ നിന്നും മനുഷ്യനുണ്ടായി എന്ന് പറയുന്ന ആ വൈചിത്രത്തെക്കാൾ എത്രയോ വ്യത്യാസമാണ്. ഈ 4 തരം ആളുകളെ സൃഷ്ടിക്കാൻ മാത്രമേ വിരാട് പുരുഷൻ ഓർമ്മയുണ്ടായിരുന്നല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. യഹൂദന്മാരില്ലേ അങ്ങകലെ, നാസികളില്ലേ അങ്ങകലെ, ഇനിയും ലോകത്തിന്റെ പലയിടങ്ങളിൽ എത്രയോ തരം മനുഷ്യരുണ്ട്. ഇവരെയൊന്നും സൃഷ്ടികർത്തൃത്വത്തിന് 1 മിനിറ്റ് ചിലവഴിക്കാത്ത ഇത്തരം വിരാട് പുരുഷന്മാർ നിലനിന്നുകൊണ്ട് നമ്മെ വിമർശിക്കുമ്പോൾ മറുവശത്തൊരു കാര്യം പറയാ. ഇതിത്തരം ഒരു ചോദ്യം തത്വചിന്തകന്മാരുടെ തറവാട്ടുഭൂമിയായ ഏതൻസ് എന്ന് പറയുന്ന ഒരു സ്ഥലമിന്റെ പുരാതന ഒളിമ്പിക്സ് ഒക്കെ ആരംഭം കുറിച്ച സ്ഥലം. അവിടെ നിന്നുകൊണ്ട് ധനനായ പൗലോസ് നേരിടുന്നുണ്ട്. പൗലോസ് ഈ ചോദ്യത്തെ നേരിടുമ്പോൾ വിളിച്ചു പറയുകയാണ്, അവൻ ഭൂതലത്തിലെങ്ങും കൊടിയിരിക്കാൻ ഒരുത്തരിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി.
അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾ അഭിമാന പുരസരമാണ് ഈ ബൈബിൾ പ്രസംഗിക്കുന്നത്. ഉലകത്തിലെ സകല മനുഷ്യർക്കും ഒരപ്പനും ഒരമ്മയുമെന്ന് വളരെ കൃത്യതയോടെ ഇന്നേക്ക് 2000 ആണ്ടുകൾക്കപ്പുറത്ത് ഏകോദര സാഹോദര്യത്തിന്റെ വിളംബരം മുടക്കിയ അത്യുജ്വലമായ ബൈബിളും അതിൽ വിരാജിക്കുന്ന നസ്രയനായ യേശുവും ഉലകത്തിന്റെ ഗുരുവും രക്ഷിതാവുമെന്ന് അലംഘനീയമായി വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഉയർത്തുന്ന സുവിശേഷത്തിന്റെ മാഹാത്മ്യത്തെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് ആ സുവിശേഷത്തിന്റെ സാക്ഷ്യസത്യം ഇങ്ങനെ പ്രസ്താവിക്കട്ടെ: മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. അന്റാർട്ടിക്കയിൽ, ആഫ്രിക്കയിൽ, അമേരിക്കയിൽ, ഇന്ത്യയിൽ, ഉലകത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും സകല മനുഷ്യർക്കും ഒറ്റ സൃഷ്ടിതാവ്, ഒറ്റ രക്ഷകൻ, ഒറ്റ വീണ്ടെടുപ്പുകാരൻ. ഈ പറയുന്ന ഞങ്ങളാണോ വർഗീയവാദികൾ? നിങ്ങൾ വിളിച്ചു പറയൂ. ഞങ്ങളാണോ മതപരിവർത്തനം ചെയ്യുന്നത്? നിങ്ങൾ വസ്തുത ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള ആശയങ്ങൾക്ക് സ്ഥാനം ലഭിച്ചു എന്ന് ഞാൻ ക്രമേണ ഒന്ന് പറയാം. പ്രിയപ്പെട്ടവരെ, ആദ്യം മറ്റൊരു കാര്യം കൂടി നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട്. ചരിത്രത്തിന്റെ ഓരോ ഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ മിഷണറിമാർ പൂനെയിൽ സ്ഥാപിച്ച സ്കോട്ടിഷ് ഇംഗ്ലീഷ് സ്കൂൾ ഉണ്ടായിരുന്നു. ഈ സ്കോട്ടിഷ് ഇംഗ്ലീഷ് സ്കൂളിൽ പഠിച്ചിറങ്ങിയ ഒരു പുരുഷൻ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അവർ ദമ്പതികളായിരുന്നു, ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. മഹാത്മാ ജ്യോതിബാ ഫൂലെ, തന്റെ ഭാര്യ സാവിത്രി ഫൂലെ, ഈ രണ്ടാളുകൾ പഠിച്ചിറങ്ങി ശൂദ്രന്മാരായിരുന്നു. ഈ രണ്ടാളുകൾ പഠിച്ചിറങ്ങി അവർക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ജോലി ചെയ്യാം, ഇംഗ്ലീഷ് അറിയാം. പക്ഷെ ഫൂലെ ചെയ്തതെന്താണെന്ന് കേൾക്കണ്ടേ? അദ്ദേഹം തിരക്കി നടന്നു. പഠിക്കാൻ ആഗ്രഹമുള്ള ഏതൊരാളുണ്ടോ, അവൻ ആരുമാകട്ടെ, ഞാൻ അക്ഷരം പഠിപ്പിക്കും, ഇംഗ്ലീഷ് പഠിപ്പിക്കും, ജോമെട്രി പഠിപ്പിക്കും, മാത്സ് പഠിപ്പിക്കും. ഈ ചിന്തയോട് ഇറങ്ങി തിരിച്ചപ്പോൾ അത് വലിയ വിപ്ലവമായി, വലിയ പ്രശ്നമായി. അദ്ദേഹം തന്റെ ഭാര്യാ സുഹൃത്തായ ഫാത്തിമ ബീബിയെ സമീപിച്ചു. ഫാത്തിമ ബീബിയുടെ വീട്ടിൽ ആളുകളെ ചേർത്തുകൊണ്ട് ഒരു കലാലയം ജ്യോതിബാ ഫൂലെ തുടങ്ങുമ്പോൾ ജ്യോതിബാ ഫൂലെയുടെ പ്രവർത്തനങ്ങളുടെ പിന്നിലെ പ്രചോദനം സ്കോട്ടിഷ് ഇംഗ്ലീഷ് സ്കൂളിൽ മിഷണറിമാർ കൊടുത്ത ക്ലാസ് ആയിരുന്നു. ആ ക്ലാസ് പഠിച്ചിട്ട് അദ്ദേഹം സ്ഥാപിച്ചൊരു സ്കൂളാണ് ഇന്ത്യയിൽ ആദ്യമായി രൂപീകരിച്ച എല്ലാവർക്കും വേണ്ടിയുള്ള കലാലയം. അതുവരെ ഇന്ത്യക്കാരൻ സംസ്കൃതം പഠിക്കുന്നത് പാണ്ഡിത്യമാണെന്നും സംസ്കൃതമാണ് രാജ്യത്തിന്റെ ഭാഷയെന്നും അത് പരിശുദ്ധമാണെന്നും ധരിച്ചു വന്നപ്പോൾ അതറിയാത്തവനെ പുച്ഛിച്ചു തള്ളി പാമരനെന്ന് കളിയാക്കി അകറ്റിയപ്പോൾ ഇംഗ്ലീഷ് എന്ന നവീനമായ ഭാഷയും അത് കൊണ്ടുവരുന്ന സംസ്കാരവും കുട്ടികൾക്കുള്ള യൂണിഫോമും പരിഷ്കൃതാശയുടെ ഭക്ഷണവും ഒക്കെ കടിച്ചുകൊണ്ട് ഒരു പുത്തൻ ആശയ വിപ്ലവം അങ്ങ് പൂനെയിൽ മഹാത്മാ ജ്യോതിബാ ഫൂലെ ആരംഭിക്കുന്നു. കേരളത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ നാരായണ ഗുരു ആരംഭിക്കുന്നു. ഇതിനൊക്കെ എതിരെ വലിയ കലാപം ഇവിടെ പൊട്ടിപ്പുറപ്പെടുകയാണ്. അങ്ങനെയുള്ള പ്രശ്നപ്രതിസന്ധികൾ നിൽക്കവേ മറ്റൊന്നുകൂടി സംഭവിച്ചു. അക്കാലഘട്ടത്തിലെ SNDPയുടെ യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിമാരിൽ പിൽക്കാലത്ത് വന്ന ഒരു ബഹുമാനനുണ്ടായിരുന്നു. സി കേശവൻ എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ ജീവിത സമരം എന്നൊരു പുസ്തകമുണ്ട്. ആ ജീവിത സമരത്തിൽ ഒരു അധ്യായം നിങ്ങളൊന്ന് പഠിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് അറിയണ്ടേ? ഇന്ത്യയിൽ അറിയപ്പെടുന്ന വലിയ 2 മാസ് കൺവേർഷനുകൾ, അതിശക്തമായ വലിയ 2 മതപരിവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന് മതപരിവർത്തന ശ്രമമാണെങ്കിൽ മറ്റൊന്ന് അക്ഷരീക മതപരിവർത്തനം. എന്തായിരുന്നു ആ 2 മതപരിവർത്തനങ്ങളിൽ? ഒന്നെന്ന് ഞാൻ പറയാം. അത് സി കേശവന്റെ നേതൃത്വത്തില് തിരുനക്കര മൈതാനത്ത് 25,000-ൽ പരം ഈഴവ സഹോദരങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് വിളിച്ചു പറഞ്ഞോ, ഞങ്ങൾക്ക് പൊതുജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല, പൊതുനിരത്തുകളിൽ നടക്കാൻ അവകാശമില്ല. അങ്ങകലെ തിരുനക്കരയിൽ ഓരോടരികിൽ ഒരു ബോർഡ് കാണാം, തീണ്ടാപ്പലക എന്നാണ് അതിന്റെ പേര്. ഏതെങ്കിലും ഒരു മനുഷ്യൻ വർഗീയവാദി അവിടെ കൊണ്ട് ഒട്ടിച്ചു വെച്ച പലകയല്ലത്. രാജ്യം ഭരിക്കുന്ന അന്നത്തെ ഗവൺമെന്റ്, അന്നത്തെ രാജാക്കന്മാർ എഴുതി ഉണ്ടാക്കി വെച്ച പലകയാ. ആ പലക എഴുതിയിട്ടുണ്ട്, ഈഴവരടക്കമുള്ള ആവർണരാരും ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ പാടില്ല, ഈ പൊതുവഴിയിലൂടെ സഞ്ചരിക്കാനായിട്ട് പാടില്ല എന്ന് എഴുതി വെച്ചു. മറിച്ച് ഈഴവ ശവശരീരങ്ങൾ പൊതുനിരത്തുള്ള കൊണ്ടുപോകാൻ പാടില്ല, അത് വീട്ടിൽ തന്നെ അടക്കിക്കൊള്ളണം, ആ പരിസരത്ത് എവിടെങ്കിലും അടക്കിക്കൊള്ളണം. വഴിയോരത്തൊരു ചണ്ടാളനോ മറ്റൊരു ദലിതനോ മരിച്ചു വീണാൽ ആ ശവശരീരം ആ പക്ഷിമൃഗാദികൾ വന്ന് കൊത്തി തിന്നാലും എടുത്തുകൊണ്ട് ഈ വഴിയിലൂടെ പോകാൻ പാടില്ല എന്ന വിധത്തിലെ തിട്ടൂരങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ആ സ്ഥലത്ത് സി കേശവന്റെ നേതൃത്വത്തിൽ 25,000-ൽ പരം ആളുകൾ അണിചേർന്നിട്ട് ക്രിസ്ത്യ വിശ്വാസം സ്വീകരിക്കാൻ വന്നു. നിങ്ങൾക്കറിയാമോ സംഭവിച്ചെന്താണെന്ന്? അതിനുവേണ്ടി വന്നിരിക്കുന്ന ആളുകളോട് അങ്ങ് കോട്ടകത്ത് പാർത്തിരുന്ന CMS മിഷന്മാർ പറഞ്ഞത്, നോ,
സാധ്യമല്ല സുഹൃത്തേ. അതിന്റെ കാരണം മതപരിവർത്തനം ചെയ്തു വരുന്ന ആളുകളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. മറിച്ച് ഹൃദയത്തിന്റെ അന്തരംഗങ്ങളിൽ യേശുക്രിസ്തുവിന്റെ രക്ഷകർത്തൃത്വം നിങ്ങൾ എന്ന് ഉൾക്കൊള്ളുന്നുവോ അന്ന് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിങ്ങൾക്ക് വരാം. യേശുവെന്ന രക്ഷകനെ, ഉലകത്തിന്റെ രക്ഷകനെ, ഉലകരക്ഷിതാവായ ഉലക ഗുരുവായ യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ച് അതരം കൊണ്ട് ഏറ്റുചൊല്ലുന്ന ഒരുവന് നിമജ്ജന സ്നാനം കൊടുത്ത് അവനെ വിശ്വാസത്തിന്റെ ഭാഗമാക്കുന്ന ഒരു പതിവ് ഞങ്ങൾക്കുണ്ടേ. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ആയിരങ്ങൾ ഇരമ്പി വന്നാൽ സ്വീകരിക്കുന്ന ഒരു മാർഗമല്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ച ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട് സി കേശവന്റെ ചരിത്രത്തിൽ. ഇതൊന്നും വായിച്ചിട്ടില്ലാത്ത ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ പറയുക, ഞങ്ങളിതാ മതപരിവർത്തനം നടത്തുന്നു. ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി സാർ, നിങ്ങൾ പോയി SNDP യോഗത്തിന്റെ ആദ്യകാല ജനറൽ സെക്രട്ടറി എഴുതിയ സി കേശവൻ എഴുതിയ അദ്ദേഹത്തിന്റെ ജീവിത സമരമടക്കമുള്ള പുസ്തകങ്ങൾ വായിച്ചു നോക്കണം. ഞങ്ങൾ അന്നും ഇത്തരം മതപരിവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയല്ല, ഇന്നും ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നില്ല. കാരണം ഞങ്ങളുടെ ഗുരു പഠിപ്പിച്ചിട്ടുണ്ട് മതപരിവർത്തനം പാടില്ല. മതപരിവർത്തനം നടത്തുന്നവനെ നോക്കി ഞങ്ങളുടെ ഗുരു പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറയാ. അവരെ നോക്കി പറഞ്ഞു, കപടഭക്തരെ. ഈ പദം വെച്ചിട്ട് കപടഭക്തരെ. മതപരിവർത്തനം നടത്താൻ പോകുന്നവരെ നോക്കി എന്റെ ഗുരു പറഞ്ഞത് കപടഭക്തരെ, നിങ്ങൾ കാടും മലയും ഒക്കെ കടന്ന് കടല് കടന്ന് ആളുകളെ പോയി മതം മാറ്റും, എന്നിട്ട് നിങ്ങളെക്കാൾ ഇരട്ടി നാശയോഗ്യരാക്കും എന്ന് പഠിപ്പിച്ച ഒരു ഗുരുവിന്റെ സൂക്തങ്ങൾ തങ്കലിപിതത്തിൽ രേഖപ്പെടുത്തിയ ഒരു ഗ്രന്ഥം കയ്യിലെന്തിയ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ചോദിക്കും, മതപരിവർത്തനം നടക്കുന്നില്ലേ? ഞാൻ ആദ്യം പറയാം, ഇത് മതമല്ല സ്നേഹിതരെ. അതിന്റെ കാരണം പറയും, നിങ്ങൾ മതമൊന്ന് വിളിച്ചോ, അതിന് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം മതത്തിന് വേണ്ട ചേരുവകളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഒരു മതത്തിന്റെ ലക്ഷണം ഇത് പറഞ്ഞ് പണ്ട് റോമിൽ ഞങ്ങൾക്കെതിരെ കേസെടുത്തത് റോമൻ ഭരണകൂടം. ഇത് മതമല്ലെന്ന് റോമിൽ പണ്ട് തെളിയിക്കപ്പെട്ടതാണ്. ക്രിസ്തു വിശ്വാസം ഈസ് നോട്ട് എ റിലീജിയൻ, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ. എന്താ കാരണമെന്ന് അറിയണ്ടേ? മതത്തിനൊരു തീർത്ഥാടന കേന്ദ്രം വേണം, ഞങ്ങൾക്കത് ഇല്ല. മതത്തിന് ഒരു പുണ്യശ്ലോകം എന്തെങ്കിലും ഈ പറഞ്ഞ വിധത്തിൽ വേണം, ഞങ്ങൾക്കതില്ല. മതത്തിന് ഏതെങ്കിലും ഒരു നിറം പ്രിയപ്പെട്ടതാകണം, ഒരു കൊടിക്കൂറ, ഞങ്ങൾക്ക് അങ്ങനെയൊന്നില്ല. മതത്തിന് ഏതെങ്കിലും ഒരു സ്ഥലം പ്രിയപ്പെട്ടതാകണം, ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല. മതത്തിന് ഏതെങ്കിലും ഒരു ദിവസം പ്രിയപ്പെട്ടതാകണം, ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല. മതത്തിന് നാളും നാഴികയും ആചാരങ്ങളുമുണ്ട്, ഞങ്ങൾക്ക് ഈ വക കാര്യങ്ങളില്ല. ഒന്നുകൂടെ വിശദീകരിച്ചു പറഞ്ഞാൽ, യേശു ജനിച്ച ബേതലഹേമോ, യേശു വളർന്ന നസ്രത്തോ, യേശു ജീവിച്ച ഗലീലിയായോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ സ്ഥലമോ പുണ്യസ്ഥലമോ ഒന്നുമല്ല. അത് ഈ പറയപ്പെടുന്ന കുമളി പോലൊരു സ്ഥലം മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചോളം യെറുസലേം. മനസ്സിലായില്ലേ? ഈ കുമളിക്ക് എന്ത് ശ്രേഷ്ഠതയുണ്ട്? അതിനപ്പുറത്ത് അതിന് പ്രാധാന്യമൊന്നുമില്ല. ചരിത്ര പ്രാധാന്യമുണ്ട്, അതിനപ്പുറത്ത് അതിന് വേറെ പ്രാധാന്യമൊന്നുമില്ല. യേശു അവിടെ ജനിച്ചു, അതിനപ്പുറത്ത് അതിന് പ്രാധാന്യമില്ല. യെരുസലേമിനുമില്ല, ബേതലഹേമിനുമില്ല, ഗലീലിയായ്ക്കുമില്ല. അപ്പോൾ ഭൂതലത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തോട് ഞങ്ങൾക്ക് വിധേയത്വമില്ല. രണ്ട്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിറമേതാ എന്ന് ചോദിച്ചാൽ ഓരോരുത്തരും ഏതെങ്കിലുമൊക്കെ നിറം ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാതെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കൊടിക്കൂറയില്ല. ഇന്ന കൊടിക്കൂറയുടെ കീഴിൽ അണിനിരക്കണം എന്ന് പറയാൻ ഞങ്ങൾക്ക് കാവിക്കൊടിയില്ല, ഞങ്ങൾക്ക് നീലക്കൊടിയില്ല, ഞങ്ങൾക്ക് ഈ പറയുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു കൊടിക്കൂറയില്ല. പിന്നെ രാജ്യത്തിന്റെ പതാകയൊക്കെ ബഹുമാനിക്കുന്നത് മറ്റൊരു കാര്യം. അപ്പോൾ രാജ്യത്തിന്റെ പതാക ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ആ കൊടി നമുക്കെല്ലാം ഉള്ളതുപോലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഭൂമിയിൽ ഒരു നിറത്തോടോ ഏതെങ്കിലും ഒരു സ്ഥലത്തോടോ ഒരു തീർത്ഥാടന കേന്ദ്രത്തോടോ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസത്തോടോ ദിവസത്തിലെ ഏതെങ്കിലും ഒരു സമയത്തോടോ യാതൊരുവിധ പ്രത്യേകിച്ച് വിരോധമോ പ്രത്യേക പ്രതിപത്തിയോ ഇല്ലാത്ത വേറിട്ട ഒരു സമൂഹം, ഇതാ തനിച്ചു പാർക്കുന്നു ഒരു ജനം, ജാതീയതയുടെ കൂടെ എണ്ണപ്പെടാത്ത വേറിട്ട ഒരു സമൂഹം. ഇന്ന് രാത്രി യേശുവിന്റെ യേശുരക്ഷകന്റെ അനുഗാമികളാണ് എന്ന കാര്യത്തിൽ അഭിമാനമുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശുവിനെ അനുധാവനം ചെയ്യുന്ന മഹത്തരമായ ഈ ദൗത്യത്തിന്റെ ഭാഗമാകാൻ നമുക്ക് ഒരുമിച്ച് കഴിഞ്ഞതിലും ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊരു മതമല്ല. ഇനി നിങ്ങൾ മതമെന്ന് വിളിച്ചോ, കാരണം മതം എന്ന കോളത്തിൽ ഞങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റി എന്ന് എഴുതി ചേർക്കണമല്ലോ, സാങ്കേതികമായി വിളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരാൾ നിങ്ങളുടെ കൂടെ ഹിന്ദുക്കളും അല്ലെങ്കിൽ മുസ്ലിങ്ങളും ഒക്കെ വന്നിട്ടില്ലേ, അതുകൂടി ഒന്ന് പറയാം, പറഞ്ഞേ പറ്റൂ. എൻ്റെ ആദരണീയനായ ജ്യേഷ്ഠസാനിയനായ ബോസം ഗുരുവിള്ള സാറ് വന്നിട്ടുണ്ട്. അദ്ദേഹം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയുടെ പേര് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് എന്നാണ്. ഈ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ സ്ഥാപകനായ തോമാച്ചായൻ അന്നത്തെ കാലത്ത് കേരള യൂണിവേഴ്സിറ്റി ഇല്ല, അതിന് പകരമുള്ള തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് ഉള്ള ആളാണ് നമ്മൾ ഷാരോൺ തോമാച്ചായൻ എന്ന് വിളിക്കുന്ന ഡോക്ടർ PJ തോമസ്. ഇംഗ്ലീഷിൽ ഡോക്ടറേറ്റ് ആണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് പലർക്കും അറിയില്ല, അയ്യാപിള്ള എന്നാണ്. അയ്യാപിള്ള. മൊത്തം നമ്മൾ പിന്നെ ക്രിസ്ത്യവിശ്വാസം സ്വീകരിച്ചപ്പോൾ ആരോ ജോൺ അയ്യാപിള്ള എന്ന് പേര് വിളിച്ചു. ജോൺ അയ്യാപിള്ള ഒരു വലിയ പ്രമാണിയായിരുന്നു,
വലിയ പ്രമാണി. പ്രമാണി എന്ന് പറഞ്ഞാൽ ഭൂസ്വത്തിന്റെ ഉടമ. നോക്കണേ, കോടികളുടെ ആസ്തിയുള്ള ഒരു ഭൂസ്വത്തിന്റെ ഉടമ. അതേ വങ്ങ് തെങ്കാശിയൊക്കെ കടന്നു സുവിശേഷമൊക്കെ അറിയിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തി. ഈ ഭൂസ്വത്തിന്റെ നല്ലൊരു ഭാഗം വിറ്റ് ഉരുതപ്പെട്ട സഭകൾക്കൊക്കെ സംഭാവന ചെയ്തു. പലർക്കും അറിയാത്തൊരു കാര്യം കൂടി പറയാം. അദ്ദേഹത്തിന്റെ ഭൂസ്വത്തിന്റെ ഒരു ഭാഗം കൊണ്ടുകൂടിയാണ് കുമ്പനാടുള്ള IPCയുടെ ഗ്രൗണ്ട് വാങ്ങിയിട്ടുള്ളത്. മനസ്സിലായോ? കുമ്പനാട് ഗ്രൗണ്ടിന് പോലും പണം കൊടുത്ത ഒരു മനുഷ്യനാണ് ബഹുമാനപ്പെട്ട ഷാരോൺ തോമാച്ചായൻ. ഈ ഷാരോൺ തോമാച്ചായൻ വലിയ ഹൃദയവിശാലതയുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹമാണ് അക്കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് അനവധി ആളുകളെ പഠിക്കാൻ അമേരിക്കയ്ക്ക് അയച്ച മനുഷ്യൻ. വീണ്ടും ഉണ്ടൊരു കാര്യം കൂടി. നിങ്ങള് കണ്ണൂർ ചെന്നാൽ ഇപ്പോഴും സർക്കാർ വക സിവിൽ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് ഷാരോൺ ഫെലോഷിപ്പുകാര് സൗജന്യം കൊടുത്ത 1 ഏക്കർ ഭൂമിയിലാണ്. ബോസം കുരുള്ള സാറിന് ഇതൊക്കെ നന്നായിട്ട് അറിയാം. അടുത്ത കാലത്ത് അധികം നാളായില്ല, 10-20 കൊല്ലം മുമ്പ് നമ്മൾ കൊടുത്ത ഭൂമി 1 ഏക്കർ ഭൂമി കണ്ണൂർ ടൗണിൽ സൗജന്യം കൊടുക്കണമെങ്കിൽ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് ഓർക്കുക. എന്തിനാ പറഞ്ഞെന്നറിയണ്ടേ? അല്ല ചങ്ങാതിമാരെ, ഈ മനുഷ്യരെ പാൽപ്പൊടി കൊടുത്തും മതം മാറ്റാൻ നിങ്ങളിൽ ആർക്കാ ധൈര്യം? നിങ്ങൾ എന്താ നമ്മളെപ്പറ്റി ധരിച്ചിരുന്നത്? നിങ്ങൾ എന്തായി ക്രിസ്തീയതയുടെ ശക്തിയെപ്പറ്റി ധരിച്ചിരുന്നത്? അദ്ദേഹത്തിന് ആരാണ്ട് പാൽപ്പൊടി കൊടുത്തു. ജോണയ്യ പിള്ളയ്ക്ക് ART അതിശയം, AR തങ്കയ്യ അതിശയം എന്നു പേരുള്ള മാന്യദേഹം ഒരു തമിഴ് ബ്രാഹ്മണനായിരുന്നു. ചർച്ചകൂടിന്റെ കേരളത്തിലെ സ്ഥാപകൻ മുളക്കുഴ. അദ്ദേഹത്തിന്റെ മകനാ PAV സാബ്. ART അതിശയം നിങ്ങൾക്കറിയാം. AR തങ്കയ്യ അതിശയാണ് ശരി. അദ്ദേഹം ബ്രാഹ്മണനാ. അദ്ദേഹം ക്രിസ്ത്യവിശ്വാസം സ്വീകരിച്ചു വന്നു. എന്തേ? പാൽപ്പൊടിക്ക് വന്നാണോ? അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ അഖിലേന്ത്യാ നേതാവായി അടുത്ത കാലം വരെ സേവനമനുഷ്ഠിച്ച റവറന്റ് അബ്ദുൽ കരീമുണ്ട്. അദ്ദേഹം പാൽപ്പൊടിക്ക് വന്നാണോ? അക്കാലഘട്ടത്തിൽ മഹത്തരമായ ജോലി ചെയ്ത പ്രമുഖരായ നിരവധി ആളുകൾ ഈ വിശ്വാസം സ്വീകരിച്ച് വന്നിട്ടുണ്ട്. KK അലവി മഞ്ചേരി അദ്ദേഹം പാൽപ്പൊടി സ്വീകരിക്കാൻ വന്നാണ്. ഇനി നിങ്ങൾ പാൽപ്പൊടി സ്വീകരിച്ചു എന്ന് പറയുന്ന ആളുകൾ ദലിതരും ആദിവാസികളെ കുറിച്ചാണോ പാൽപ്പൊടി സ്വീകരിച്ച കാര്യം പറയുക? അതിന് ഞാൻ വിശദീകരണം പറയാ, അതിന് ഞാൻ കാരണം പറയാ. മറ്റേതൊരാൾ വിശ്വാസം സ്വീകരിച്ചു വരുന്നതിലും അധികം ത്യാഗം സഹിച്ച ഈ ദലിത് സഹോദരങ്ങളും ആദിവാസി സഹോദരങ്ങളും ഇന്നും ക്രിസ്തീയ വിശ്വാസം നിൽക്കുന്നത് അവർക്ക് അർഹതപ്പെട്ട ജോലിയും പരിതസ്ഥിതിയും പശ്ചാത്തലവും ഒക്കെ വിട്ടിട്ട് ഇന്നും നിർധനരായി ജീവിക്കാൻ ഒരു ഗതിയും പരഗതിയും ഇല്ലാഞ്ഞിട്ടും ഞങ്ങൾ അറിഞ്ഞ സത്യമാണ് വലുത് എന്ന തിരിച്ചറിവിൽ ഈ വിശുദ്ധ ഗ്രന്ഥം എടുത്തുകൊണ്ട് അഭിമാന പുരസരം യേശുവിനെ പ്രസംഗിക്കുന്ന, യേശുവിനെ അനുധാവനം ചെയ്യുന്ന കോടിക്കണക്കിന് ആളുകൾ ഈ രാജ്യത്തിലുണ്ട് എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു.